നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. CSK IPL ആദ്യ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഡെവൽഡ് ബ്രേവിസും MSDയും എന്നും മടങ്ങി വരും എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ ദിവസം MSDക്ക് ഒരു ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തും, അദ്ദേഹം ഓക്കെ ആണെങ്കിൽ കളിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ക്രിക്ബസ് അവരുടെ ലേഖകൻ വിജയ് ടാഗോർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, MSD ഡൗട്ട്ഫുൾ ഫോർ ഡൽഹി ക്യാപിറ്റൽസ് ക്ലാഷ്. അടുത്ത മത്സരം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ശനിയാഴ്ചയാണ്. ചെന്നൈയിലാണ് ആ കളിക്ക് MSD ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വിശദമായിട്ട് നമ്മൾ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അതിൽ പറയുന്നത് നിലവിൽ MSD അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ്. CSK officials confirm that Dhoni has been undergoing rehab for a calf muscle strain, and at this stage he may need at least one more week to be fit enough to play. ഇനി ഒരാഴ്ച കൂടി സമയം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് വേണം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പൂർണ്ണമായിട്ട് തിരികെ പിടിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ. എന്ന് പറഞ്ഞാൽ അടുത്ത 7 ദിവസങ്ങൾക്കകം ചെന്നൈ സൂപ്പർ കിങ്സിന് 2 മത്സരങ്ങൾ ചെപ്പോക്കിലുണ്ട്. ഒന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഏപ്രിൽ 11 നടക്കുന്നു. രണ്ടാമത്തെ മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഏപ്രിൽ 14 നടക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഹീസ് ഓൾമോസ്റ്റ് സർട്ടൻ ടു മിസ് ദി ഡൽഹി ക്യാപിറ്റൽസ് ഗെയിം. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള മത്സരം കളിക്കാനുള്ള സാധ്യത 100% പറയാനും പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ഓൾറെഡി അദ്ദേഹം 3 മത്സരങ്ങൾ മിസ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത കളിക്കുണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ MSD ഇപ്പോൾ എവിടെയാണുള്ളത്? ക്രിക്ബസ് പറയുന്നത്, ക്രിക്ബസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ധോണി ഈസ് കറൻ്റ്ലി ഇൻ ചെന്നൈ വിത്ത് ഹിസ് ഫാമിലി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ചെന്നൈ തന്നെയുണ്ട്. ടീം എവേ മത്സരങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹം കൂടെ ട്രാവൽ ചെയ്യുന്നില്ല. അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അദ്ദേഹം റീഹാബിലിറ്റേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്നൈയിൽ തന്നെ ഉണ്ട്. പക്ഷേ അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ്. അവരുടെ CEO കാശി വിശ്വനാഥൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത് MS ഈസ് അണ്ടർഗോയിങ് റിഹാബ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. എത്ര സമയമെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഡെവൽഡ് ബ്രേവിസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, വി ആർ ഹോപ്പിംഗ് ഹി വിൽ ബി അവൈലബിൾ ഫോർ ദി നെക്സ്റ്റ് ഗെയിം. അടുത്ത കളിക്ക് ബ്രേവിസ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതും അദ്ദേഹം എങ്ങനെ ഈ പരിക്കിൽ നിന്ന് പ്രോഗ്രസ് ആവുന്നു എന്നതനുസരിച്ചിരിക്കും. ഏതായാലും അടുത്ത മത്സരത്തിന് മുമ്പ് ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടല്ലോ എന്നാണ് കാശി വിശ്വനാഥൻ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള കളിക്ക് MSD ഓൾമോസ്റ്റ് ഉണ്ടാവില്ലെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ബ്രേവിസ് കളിച്ചേക്കും. അതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള കളിക്ക് MSD എത്താനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതും 100% അല്ല. നിലവിൽ നമുക്കറിയാം IPL ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടുകളിൽ രണ്ടാമത്തെ വേസ്റ്റ് സ്റ്റാർട്ടാണ് CSKക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2022 അവർ ആദ്യത്തെ 4 മത്സരങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമാണെങ്കിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കൊല്ലമാണ്. കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ കളി അവർ വിജയിച്ചിരുന്നു, പിന്നത്തെ 5 കളികൾ പൊട്ടിയിരുന്നു. കഴിഞ്ഞ കൊല്ലം ആകെ 14 കളികളിൽ നിന്ന് 4 കളിയാണ് ജയിച്ചിരുന്നത്. ഇത്തവണ എന്ത് സംഭവിക്കും? കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.